ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലെക്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു വീഡിയോയിൽ ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ആക്ടിവിറ്റീസിൻ്റെ ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിനെയും വളരെ ഷോർട്ടായിട്ടുള്ള വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സമ്മറികൾ നമ്മൾ ഷോർട്സിൻ്റെ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷോർട്സിൻ്റെ സെക്ഷനിൽ പോയാലും അതേപോലെ തന്നെ നമ്മുടെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാൻ നോട്ട്സൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമുക്കൊന്ന് നോക്കാം. പിക്ക് ഔട്ട് സെൻറ്റൻസസ് റിലേറ്റഡ് ടു ദ ഫോളോയിങ് പിക്ചേഴ്സ് ഫ്രം ദി പാസേജ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അപ്പോൾ ഇതിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്ററിൽ ഓൾറെഡി നമ്മുടെ നറേറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, കുറച്ച് സ്ഥലങ്ങളെ കുറിച്ച് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസിനെ കാഴ്ചകളെ കുറിച്ചൊക്കെ ആണ് പറഞ്ഞിട്ടുണ്ട് ചാപ്റ്ററിൽ. അപ്പോൾ ആ ഒരു എന്താ പറയുക എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചകളെ ബേസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ പിക്ചേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിലെന്താണ് അതിനെക്കുറിച്ച് എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. ബുർജ് ഖലീഫയാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ, നമുക്ക് പിക്ചർ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അവിടെ പോയ എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ആൾ പറയുന്നുണ്ട്. ക്ലൈംബിങ് ഇറ്റ് ഓൾ ദ വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ തന്നെ ഏറ്റവും മുകളിൽ എത്തിയ പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് എന്താണ് പറയുന്നത്, ഒരു ബോട്ടൊക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ബോട്ട് റൈഡിനെ കുറിച്ച് എന്താണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് നോക്കുക. എ ബോട്ട് റൈഡ് അറ്റ് ദുബായ് ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ അതൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഈവനിങ്ങിലുള്ള ഒരു ബോട്ട് റൈഡ്. ദ ഡാസ്ലിംഗ് ലൈറ്റ്സ് ആൻഡ് ദെയർ റിഫ്ലക്ഷൻസ് ഓൺ ദ ക്രീക്ക് ഗിവ് യു എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. അപ്പോൾ ആ വെളിച്ചത്തിൻ്റെ ഒക്കെ ആ ഒരു ഡാസ്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തട്ടുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഈ ലോകത്തിൻ്റെ തന്നെ പുറത്തു പോയ പോലത്തെ ഒരു ഫീല് തോന്നുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റ് വാസ് അടുത്തത് എന്താ നോക്കാം. ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്, പ്രൊഡ്യൂസിങ് എ സ്റ്റുപ്പൻഡസ് 1.2 GW ഓഫ് പവർ. അപ്പം സോളാർ പവർ പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത്. നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ലൈനാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. സോളാർ പവർ പ്ലാന്റ് ആണ് കേട്ടോ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ ആയിട്ട് കൊടുക്കേണ്ടത്, പിക്ചർ നോക്കിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വയം എഴുതേണ്ട, സബ്ജക്റ്റീവായിട്ട് എഴുതേണ്ടതാണ്. നിങ്ങളുടെ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള മാപ്പ് വരയ്ക്കാനും അതേപോലെ തന്നെ അതിൻ്റെ ഒരു പാരഗ്രാഫ് ഡിസ്ക്രിപ്ഷനാണ്, അതൊന്ന് സ്വയം ചെയ്ത് നോക്കുക കേട്ടോ. ഇനി തേർഡ് വൺ നോക്കാം. യുവർ ഫ്രണ്ട് നെഷ്വ മറിയം ഫ്രം UAE decided to visit your home in Kerala. Here is the boarding pass of Neshwa Mariam, who arrived at Cochin International Airport from Dubai International Airport. അപ്പോൾ ദുബായിൽ നിന്ന് കൊച്ചിയിലോട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളെ കാണാൻ വേണ്ടി വരുന്ന നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള നെഷ്വ മറിയാമിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആളുടെ എന്താ പറയുക ബോർഡിംഗ് പാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബോർഡിംഗ് പാസിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്തായാലും ചോദിച്ചിരിക്കുക നോക്കാം. You can see the passenger's name, boarding airport, destination, flight number, seat number, departure gate number. A passenger cannot enter a flight without the boarding pass. അപ്പോൾ ബോർഡിംഗ് പാസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പാസഞ്ചറിൻ്റെ നെയിം, ബോർഡിംഗ് ചെയ്യുന്ന എയർപോർട്ട് ഏതാണ്, എവിടേക്കാണ് നമ്മൾ പോകുന്നത്, അതേപോലെ തന്നെ ഫ്ലൈറ്റ് നമ്പർ, സീറ്റ് നമ്പർ, അതേപോലെ തന്നെ ഗേറ്റ് നമ്പർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് എന്തിലുണ്ടായിരിക്കും, ഈ ബോർഡിംഗ് പാസിൽ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു ബോർഡിംഗ് പാസിൽ നമുക്ക് എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കണം നമ്മൾ, എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എന്താണ് ഇതിൽ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആഫ്റ്റർ ലാൻഡിങ് നെഷ്വ മറിയം വാസ് ഗിവൺ എ ഫോം ടു ബി ഫിൽഡ് അപ്പ്. അപ്പോൾ എത്തിയതിന് ശേഷം, ലാൻഡ് ചെയ്തതിന് ശേഷം ഒരു ഫോം നെഷ്വ മറിയത്തിന് ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ഹെൽപ്പ് ഹർ കംപ്ലീറ്റ് ഇറ്റ്. യു ക്യാൻ യൂസ് ദ ബോർഡിംഗ് പാസ് ടു ഫിൽ ഇൻ സം ഓഫ് ദ എൻട്രീസ്. അപ്പോൾ നിങ്ങളോട് തന്നെ സഹായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ബോർഡിംഗ് പാസിലെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് ഇതിലും ചോദിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ എന്തെങ്കിലും ഐഡിയ വെച്ചിട്ട് നമ്മൾ എഴുതിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ അതിൽ നെയിം ചോദിച്ചിട്ടുണ്ട്, നെഷ്വ മറിയം എന്നുള്ള നെയിം കൊടുക്കുക. ഫ്ലൈറ്റ് നമ്പർ, സീറ്റ് നമ്പറൊക്കെ ബോർഡിംഗ് പാസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് അറൈവൽ കൊടുക്കുക. അതേപോലെ തന്നെ എന്താണ്, എവിടെ നിന്നാണ്, പോർട്ട് ഓഫ് ഒറിജിൻ എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് വരുന്നത്, ഓൾറെഡി പറഞ്ഞല്ലോ ദുബായിൽ നിന്നാണ് വരുന്നത്. എവിടേക്കാണ് ഇറങ്ങുന്നത്, കൊച്ചി എയർപോർട്ടിലാണ് ഇറങ്ങുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇനി അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഹൗസ് നമ്പർ, ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് എഴുതാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹൗസ് നമ്പർ, അതേപോലെ തന്നെ സ്ട്രീറ്റ് ചമ്പക്കര, അതേപോലെ കറുതച്ചാൽ, അങ്ങനെ കുറച്ച് സ്ഥലമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരി ഡിസ്ട്രിക്റ്റ് കോട്ടയം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കേരള
പിൻകോഡ് നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ റെസിഡൻസ് നമ്പർ, ഇതൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ കൊടുക്കാം കേട്ടോ. ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആളുടെ പേര് വെച്ചിട്ട് തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും എന്താ പറയുക പുറത്തെ കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങൾ ഈ അടുത്ത് വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത്. നമ്മളത് നോക്കിയിട്ട് ഇങ്ങോട്ട് പകർത്തി എഴുതേണ്ട കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. Note the words in italics in the following sentences. താഴെ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസിലെ ഇറ്റാലിക്സൈസ് ചെയ്തിട്ടുള്ള വേർഡ്സ് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. The sea had the same serene appearance everywhere. One experiences a kind of heavenly bliss at these quiet beaches. അപ്പോൾ ഒരു എന്താ പറയുക ട്രാവൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. ബീച്ചിൽ പോയ സമയത്ത് അല്ലെങ്കിൽ സീ കണ്ട സമയത്തൊക്കെ ഉണ്ടായ ഒരു ഹാപ്പിനെസ്സിനെ കുറിച്ചൊക്കെയാണ് ആ ഒരു ലൈനിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ലൈൻ നോക്കാം. I was able to view the imposing Burj Khalifa, the tallest building in the world. ബുർജ് ഖലീഫയിൽ പോയി കഴിഞ്ഞപ്പോഴത്തെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് രണ്ടാമത്തെ ഒരു ലൈനിൽ പറയുന്നത്. സം വേർഡ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് പീപ്പിൾ, പ്ലേസസ് ആൻഡ് തിങ്സ്. അപ്പോൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ എന്താ, ഇപ്പോൾ സെറീൻ എന്നുള്ള വേർഡും ഇമ്പോസിങ് എന്നുള്ള വേർഡും എന്തിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും വേറൊരു കാര്യത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കാൻ വേണ്ടി, എക്സ്പീരിയൻസിനെ കുറിച്ച്, വസ്തുവിനെ കുറിച്ചൊക്കെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ചില വാക്കുകൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആളുകളെയോ അല്ലെങ്കിൽ സ്ഥലങ്ങളെയോ വസ്തുക്കളെയോ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദേ describe how people, places or things look like, taste, smell or feel. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത്? ആളുകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് കാണപ്പെടുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നോ എന്താണ് അതിൻ്റെ സ്മെല്ലെന്നോ എങ്ങനെയാണ് അത് അനുഭവപ്പെടുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശേഷണമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണ് അത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എ പ്ലേസ് യു ഹാവ് റീസെൻ്റ്ലി വിസിറ്റഡ് യൂസിങ് സം ഓഫ് ദിസ് വേർഡ്സ്. നമുക്ക് കുറച്ച് വേർഡ്സ് അവർ തന്നിട്ടുണ്ട്. അതിലെ വേർഡ്സ് ആവശ്യമുള്ള കുറച്ച് വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ റീസെൻ്റ്ലി വിസിറ്റ് ചെയ്ത ഏതെങ്കിലും സ്ഥലത്തിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് സ്ഥലം വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പം ഞാനൊരു എക്സാമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഊട്ടീനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതിൽ ഈ ബോക്സിൽ യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ടേംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ടേംസ് നിങ്ങൾക്ക് അതിനകത്ത് യൂസ് ചെയ്തിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, അവിടെ പോയതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച്, അവിടുത്തെ ഫണ്ടിനെ കുറിച്ച്, എൻജോയ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഫാമിലി ആയിട്ടാണ് പോയതെന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. 3 ദിവസമാണ് അവർ താമസിച്ചത്. അതേപോലെ തന്നെ അവിടുത്തെ ഡെസ്റ്റിനേഷൻസിനെ കുറിച്ച് ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, സീനറീസ് അവിടെ ഉണ്ടായിരുന്നു എന്നും അതേപോലെ തന്നെ നേച്ചറിനെ കുറിച്ച്, അവിടുത്തെ എന്താ പറയുക ബേർഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്ലവർ ഷോനെ കുറിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കാരണം ഇത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പോയ എക്സ്പീരിയൻസ് വെച്ച് എഴുതേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാനിത് ലൈൻ ബൈ ലൈൻ വായിച്ച് തരാത്തത്. ബിക്കോസ് ഞാനത് ജസ്റ്റ് ഞാനൊരു മോഡൽ കാണിച്ചു തന്നു എന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ എഴുതേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പോയ ഏതെങ്കിലും സ്ഥലത്തിനെ കുറിച്ച് ജസ്റ്റ് ഒരു പാരഗ്രാഫ് ഒന്ന് എഴുതി ട്രൈ ചെയ്ത് നോക്കുക. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വേർഡ്സായി യെല്ലോ ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്ത് നിങ്ങൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. എക്സാമിന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കാണാതെ പഠിച്ച് എഴുതുന്നതിനേക്കാൾ നന്നായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുക നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എഴുതുമ്പോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്